ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അറബി ഗദ്യത്തെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ ഉറപ്പായും വരുന്നൊരു പേരുണ്ട്: അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. ആരായിരുന്നു ഇദ്ദേഹം? എന്തുകൊണ്ടാണ് അറബി ഗദ്യത്തിന്റെ ചരിത്രം തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുന്നുവെന്ന് പറയുന്നത്? വാ നമുക്ക് നോക്കാം. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. പ്രശസ്ത സാഹിത്യ ചരിത്രകാരനായ അൽ താലിബി പറഞ്ഞതാണ്. കത്തെഴുത്ത് എന്ന കലയ്ക്ക് തുടക്കം കുറിച്ചത് ഇബ്നുൽ ഹമീദാണ്. അതിന് പൂർണ്ണത നൽകിയത് ഇബ്നുൽ അമീദം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു സാഹിത്യരൂപം, ഒരു കലാരൂപം തുടങ്ങിവെച്ച ആൾ എന്ന് ഒരാളെപ്പറ്റി പറയുന്നു. അത്രയും വലിയൊരു സ്ഥാനമാണ്. അപ്പോൾ ആരായിരുന്നു ഈ അബ്ദുൽ ഹമീദ്? നമുക്ക് കണ്ടെത്താം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ആദ്യം അദ്ദേഹം ആരായിരുന്നു എന്ന് നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ആ ഒരു വളർച്ച. മൂന്നാമതായി എഴുത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു വിപ്ലവം. പിന്നെ വളരെ ട്രാജിക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ത്യം. അവസാനം കാലത്തെ അതിജീവിച്ച അദ്ദേഹത്തിന്റെ പൈതൃകം. പരീക്ഷയ്ക്ക് ഓർത്തുവെക്കാൻ ഈ ഒരു ഓർഡർ നിങ്ങളെ ശരിക്കും സഹായിക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആരാണ് ഈ അബ്ദുൽ ഹമീദ്? ഈ ടേബിളിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ ഗാലിബ് അബ്ദുൽ ഹമീദ് ബിൻ യഹ്യ ബിൻ സഅദ് അൽ ആമിരി. അദ്ദേഹം ഒരു പേർഷ്യൻ വംശജനായിരുന്നു. ജനിച്ചത് ഇറാഖിലെ അൻബാറിലും. ഈ പേർഷ്യൻ ഒറിജിൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം പേർഷ്യൻ സാഹിത്യത്തിലെ ആ ഒരു അലങ്കാരമൊക്കെ അറബിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഇത് സഹായിച്ചിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനപ്പേര് നോക്കൂ, ഉസ്താദുൽ മുത്തറസ്ലീൻ, അതായത് സെക്രട്ടറിമാരുടെ ഗുരു. ആ പേരിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ്. ഇവിടെ ഒരു ചോദ്യം വരാം. ഒരു പേർഷ്യക്കാരൻ, അദ്ദേഹം എങ്ങനെയാണ് അറബികളായ ഉമയ്യദ് ഭരണകൂടത്തിന്റെ ഏറ്റവും അധികാരമുള്ള സ്ഥാനങ്ങളിൽ ഒന്നിലെത്തിയത്? അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ചയുടെ കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടക്കം ഖലീഫ ഹിഷാമിന്റെ സെക്രട്ടറിയായിരുന്ന സാലിമിന്റെ ഒരു അസിസ്റ്റന്റായിട്ടാണ്. പക്ഷേ സ്വന്തം കഴിവും വിശ്വസ്തതയും കൊണ്ട് അദ്ദേഹം പടിപടിയായി മുകളിലേക്ക് വന്നു. അവസാനം ഉമയ്യദുകളുടെ ലാസ്റ്റ് ഖലീഫ മർവാൻ ബിൻ മുഹമ്മദിന്റെ കാലമായപ്പോഴേക്കും അദ്ദേഹം വെറുമൊരു എഴുത്തുകാരനായിരുന്നില്ല. ഖലീഫയുടെ പേഴ്സണൽ സെക്രട്ടറിയും ഏറ്റവും അടുത്ത സുഹൃത്തും, എന്തിനധികം ഉപദേശകനുമായി മാറി. ഓക്കെ, ഇതാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. എന്തുകൊണ്ടാണ് അബ്ദുൽ ഹമീദിനെ അറബി ഗദ്യത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്? കാരണം അദ്ദേഹം എഴുത്തിലൊരു വിപ്ലവം തന്നെ കൊണ്ടുവന്നു. അതുവരെ വെറുമൊരു കമ്മ്യൂണിക്കേഷൻ ടൂളായിരുന്ന ഗദ്യത്തെ അദ്ദേഹം ഒരു കലാരൂപമാക്കി മാറ്റി. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ വിപ്ലവം സാധിച്ചത്? പ്രധാനമായും 3 കാര്യങ്ങൾ. ഒന്ന്, ഇത്വാലത്തുർ റസായിൽ, അതായത് കത്തുകളുടെ നീളം കൂട്ടി. അതുവരെ വളരെ ഷോർട്ടായിരുന്ന ഒഫീഷ്യൽ ലെറ്റേഴ്സ് അദ്ദേഹം നല്ല ഡീറ്റെയിൽഡാക്കി. 2, ഇസ്തിയമാലു തഹ്മീദാത്ത്, കത്തുകളുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ ചേർത്തു. ഇത് ആ എഴുത്തിനൊരു ഗൗരവം കൊടുത്തു. 3-മതായി, ഈ മാറ്റങ്ങളിലൂടെയെല്ലാം അദ്ദേഹം അൽ മദ്രസത്തുൽ ഫന്നിയ, അതായത് ഒരു ആർട്ടിസ്റ്റിക് സ്കൂൾ ഓഫ് റൈറ്റിംഗിന് തന്നെ തുടക്കമിട്ടു. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കത്തുകളുടെ നീളം കൂട്ടിയതും തഹ്മീദാത്ത് ചേർത്തതും വെറുമൊരു സ്റ്റൈൽ മാറ്റമായിരുന്നില്ല. അത് ഭരണത്തിന്റെ ശക്തിയും ഗാംഭീര്യവും വാക്കുകളിലൂടെ കാണിക്കുകയായിരുന്നു. ആ എഴുത്തു വായിക്കുമ്പോൾ തന്നെ ഭരണകൂടത്തിന്റെ ഒരു പവർ ഫീൽ ചെയ്യണം. അതാണ് അദ്ദേഹം ചെയ്തത്. ഇതുവരെ നമ്മൾ അദ്ദേഹത്തിന്റെ വളർച്ചയും കഴിവുമൊക്കെയാണ് കണ്ടത്. പക്ഷേ വാക്കുകൾ കൊണ്ട് സാമ്രാജ്യം പണിത ഈ പ്രതിഭയുടെ ജീവിതം എങ്ങനെയാണ് അവസാനിച്ചത്? കഥയുടെ ടോൺ ഇവിടെ മാറുകയാണ്. ഉമയ്യാദ് ഭരണകൂടത്തിന്റെ പതനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കരിനിഴൽ വീഴ്ത്തി. AD 780 അബ്ബാസികൾ ഉമയ്യദ് ഭരണത്തെ അട്ടിമറിച്ചു. അപ്പോൾ അബ്ദുൽ ഹമീദ് തന്റെ ഖലീഫയെ ഒറ്റയ്ക്ക് കൊടുത്തില്ല. മർവാൻ ബിൻ മുഹമ്മദിന്റെ കൂടെ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെയും രക്ഷയുണ്ടായിരുന്നില്ല. ഖലീഫയെ അവിടെ വെച്ച് കൊന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ സുഹൃത്തായ ഇബ്നുൽ മുഖഫൈന്റെ അടുത്തേക്ക് ഓടി. പക്ഷെ അവസാനം അബ്ബാസി സൈന്യത്തിന്റെ കയ്യിൽപ്പെട്ടു. അദ്ദേഹവും കൊല്ലപ്പെട്ടു. വളരെ ദാരുണമായൊരന്ത്യം. ഇതിലെ ഏറ്റവും വലിയൊരു ട്രാജഡി എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസും ഏറ്റവും നീളമുള്ളതുമായ ഒരു കത്തുണ്ട്. അത് ആർക്കായിരുന്നെന്നറിയാമോ? അദ്ദേഹത്തെ കൊല്ലാൻ കൽപ്പന കൊടുത്ത അബൂ മുസ്ലിം അൽ ഖുറാസാനിക്ക്. ആ കത്തിന്റെ നീളം കാരണം
അതൊരു ഒട്ടകത്തിന്റെ പുറത്തു വെച്ചാണ് കൊണ്ടുപോയതെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഒരുപക്ഷെ വാക്കുകളുടെ ശക്തി കൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തൊരു ശ്രമമായിരുന്നിരിക്കാമത്. ഇന്ന് ആ വലിയ കത്തിൽ നിന്ന് ആകെ അവശേഷിക്കുന്നത് ഈയൊരൊറ്റ വാക്യമാണ്: അല്ലാഹു ഒരു ഉറുമ്പിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് ചിറകുകൾ നൽകും. എന്തൊരു അർത്ഥവത്തായ വാക്കുകളാണത്, അല്ലേ? ഉറുമ്പിന് ചിറക് കിട്ടുമ്പോൾ അത് പറന്നുവരാൻ നോക്കും, താനെന്തോ വലിയ ആളായെന്ന് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ ആ ചിറകുകളാണ് അതിന്റെ നാശത്തിന് കാരണം. ഉമയ്യദുകളുടെ ആ ഒരു അഹങ്കാരവും അവരുടെ പതനവും ഇതിലും ഭംഗിയായി എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം ശാരീരികമായി ഇല്ലാതായി, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സ്റ്റൈൽ, അതൊന്നും മരിച്ചില്ല. അറബി സാഹിത്യത്തിന്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ആ അനശ്വരമായ പൈതൃകത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് എഴുത്തുകൾ കാലക്രമേണ നഷ്ടപ്പെട്ടുപോയി. എന്നാലും ചിലതൊക്കെ ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. കിരീടാവകാശിക്കെഴുതിയ കത്ത്, ചെസ്സിനെക്കുറിച്ചുള്ള കത്ത്, പിന്നെ താൻ പരാജയപ്പെട്ടു ഓടുമ്പോൾ കുടുംബത്തിനെഴുതിയ കത്ത്. ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല, പേഴ്സണൽ ഫീലിംഗ്സും അദ്ദേഹം എത്ര മനോഹരമായി എഴുതിയെന്ന് ഇത് കാണിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ജഫർ ബിൻ യഹ്യ പറഞ്ഞ ഈയൊരു വാചകം നോക്കൂ: അബ്ദുൽ ഹമീദ് വേരാണ്, സഹൽ ബിൻ ഹാറൂൺ അതിന്റെ ശാഖയാണ്, ഇബ്നുൽ മുഖഫ അതിന്റെ ഫലമാണ്. അറബി ഗദ്യമെന്ന വലിയ മരത്തിന്റെ വേരാണ് അദ്ദേഹമെന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു കോംപ്ലിമെന്റ് കിട്ടാനുണ്ടോ? ഇനി മോഡേൺ അറബിക് ലിറ്ററേച്ചറിലെ അധികായനായ ത്വാഹ ഹുസൈൻ പറഞ്ഞത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞത്, അറബി സാഹിത്യത്തിൽ ആകെ 2 വലിയ എഴുത്തുകാരെയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് അബ്ദുൽ ഹമീദും ഇബ്നുൽ മുഖഫവുമായിരിക്കും എന്നാണ്. കണ്ടോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഈ വാക്കുകൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം: അന്ന് അബ്ദുൽ ഹമീദ് കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ അറബി ഗദ്യം ഒരുപക്ഷെ ഇന്നത്തേക്കാൾ വേറെ രീതിയിൽ വളർന്നേനല്ലേ? എങ്ങനെയായിരിക്കും അത് മാറിയിട്ടുണ്ടാവുക? പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനിടയിൽ ഈയൊരു ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളം വലുതായിരുന്നെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ശരിക്കും സഹായിക്കും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.